അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ആയിഷമ്മയുടെ ചിന്ത ഇപ്പോൾ നാട്ടിലാണ്. പഠിച്ചോനെ, ഇനി 4 ദിവസം കൂടി. അല്ലാ, എന്തെന്നറിയില്ല, വല്ലാത്തൊരു പൂതി നാട്ടിക്ക് പോവാന്. ഇവിടെ കുറച്ച് ദിവസം നിന്നപ്പോഴേ അങ്ങോട്ടെത്തണം തോന്നുകയാണ്. എന്തൊക്കെ തന്നെയല്ലേ റബ്ബേ, എൻ്റെ പുത്തൻ വീട് തറവാട്ടിക്ക് 3 ചെറിയ പിഞ്ചു മക്കളാണ് വരാൻ പോകുന്നത്. റബ്ബേ, എൻ്റെ മക്കൾക്ക് നീ ദീർഘായുസ് മാഫിയത്ത് നീ പ്രദാനം ചെയ്യ റഹ്മാനെ. യാതൊരു കുഴപ്പവും ബുദ്ധിമുട്ടും ഇല്ലാതെ എൻ്റെ കുട്ടികളെ നീ കാത്തു രക്ഷിക്ക് റഹ്മാനെ. എല്ലാവർക്കും നീ സുഖപ്രസവം പ്രദാനം ചെയ്യ റഹ്മാനെ. 3 പേരാണ് പുത്തൻ വീട് തറവാട്ടിലെ കുഞ്ഞു അതിഥികളായി എത്തുവാൻ വേണ്ടി നിൽക്കുന്നത്. അതിൽ ആദ്യത്തേത് നമ്മുടെ ഷമ്മാസിൻ്റെ കുഞ്ഞാണ്. എന്നാൽ രണ്ടാമത്തേത് സാജിയുടെയും മൂന്നാമത്തെ കുഞ്ഞ് നവാസിൻ്റെയും. ഉമ്മയുടെ മനസ്സിൽ പല പല ചിന്തകളാണ് വരുന്നത്. റബ്ബേ അല്ലാ, എൻ്റെ തറവാടിൻ്റെ ആ മുറ്റത്ത് എൻ്റെ പിഞ്ചു മക്കൾ ഓടിക്കളിക്കണം, ചാടിക്കളിക്കണം സന്തോഷത്തോടു കൂടി. മക്കൾ വേറെ പേരെടുത്ത് പോകുന്നതും എനിക്ക് ഒരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ കണ്ടറിഞ്ഞ് മക്കൾക്ക് അടിയിലും മേലും 3 ബെഡ്റൂം ഉണ്ട്. അതന്നെ പോരെ, വേറെന്തിനാ വേറെ പേരെടുത്ത് പോണത്? അല്ലെങ്കിലും കൂട്ടുകുടുംബമായി ജീവിക്കുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷവും റാഹത്തും തന്നെയാണ്. സാജി എന്ന് വെച്ചാൽ പിന്നെ കെട്ടിച്ചയച്ചില്ലേ, ഓലവിടെ നല്ല മട്ടത്തിന് കഴിയട്ടെ, മാഷാ അല്ലാ. എന്നാലും എൻ്റെ ആമക്കളും എൻ്റെ പേരക്കുട്ടികളും എല്ലാവരും എൻ്റെ വീട്ടിൽ കഴിയണം. അതാണ് എൻ്റെ ഒരു പൂതി, മനസ്സത്തെ ആഗ്രഹം. ഓരോന്ന് ഉമ്മ വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയം മുംതാസും ഫൈസലും അവരുടെ സംഭാഷണങ്ങളിലാണ്. ഉമ്മയുടെ മനസ്സിൽ പല പല ചിന്തകൾ വന്നു. പഠിച്ചോനെ, ഇനിയിപ്പോൾ ഇൻഷാ അല്ലാ ഓൽതും കൂടി കഴിഞ്ഞിട്ട് ഓൽക്കും കൂടി ഒന്നുണ്ടായി കിട്ടി കഴിഞ്ഞാൽ പിന്നെ കഴിച്ചിലായി. എന്നാ പിന്നെ അല്ലാ എന്നെ നീ അങ്ങോട്ട് കൊണ്ടേക്കോ, പിന്നെ എനിക്ക് സമാധാനമായല്ലോ. ഉമ്മയുടെ ചിന്ത പുത്തൻ വീട് തറവാടാണ്. 4 ദിവസം എൻ്റെ റബ്ബേ, 4 കൊല്ലം കാത്തുക്കണേ പോലെ തോന്നുകയാണ്. പഠിച്ചോനെ, ഈ കുട്ടികളെ വർത്താനം എന്തായി തീർന്നു ആവോ റബ്ബേ. എൻ്റെ ഫൈസലെങ്ങാനും മുംതാസിനെ പറ്റിയിട്ടില്ല എന്നെങ്ങാനും പറഞ്ഞാലേ പിന്നെ എന്തിനു നന്ന്. ഒന്നുമില്ലെങ്കിൽ ആ ഒരു നന്ദി വേണ്ടേ. പഠിച്ചവനെ പറ്റിയാൽ മതിയായിരുന്നു. ഓൻ്റെ വിശ്വസിക്കാൻ എനിക്ക് വയ്യ. ശരിയാണ്, ഓൻ്റെ ജീവിതത്തിൽ പലതും വന്നുകൊണ്ട് തന്നെ ഓനക്ക് അതൊക്കെ ഇങ്ങനെ തേട്ടി വരുമായിരിക്കും. അതുകൊണ്ടേക്കും ഓനക്ക് ഇത്ര വലിയൊരു ഇടങ്ങാറും സങ്കടമൊക്കെ. എന്തായാലും ഓൻ തിരിച്ച് വരുന്നേ വരെ കാത്തിരിക്കുക. ആയിഷുമ്മ ഓരോന്നാലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു. പെട്ടെന്ന് അതാ മുംതാസിൻ്റെ ഉമ്മ, ഓലിയ കുട്ടികളെ വർത്താനം കഴിഞ്ഞില്ലേക്കുല്ലേ? ഇല്ല, പറയാനുള്ളതൊക്കെ പറഞ്ഞ് തീർക്കട്ടെ. എന്തോലെ മനസ്സിലുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് റെഡിയാക്കിന് ഓക്കെ ആയതിന് ശേഷം മാത്രം മതി. അല്ലാതെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇഷ്ടമില്ലാതെ നമ്മൾ കാട്ടിക്കൂട്ടിയാൽ ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കുന്നൊക്കെ അല്ലേ. അത് നമ്മളെ ഇഷ്ടത്തിന് കൂട്ടിച്ചേർത്താൽ അതൊരു സുഖം ഉണ്ടാവില്ല. ഓല മനസ്സുകൊണ്ട് തമ്മിൽ അങ്ങോട്ടും ഇഷ്ടപ്പെട്ടിട്ട് ഓക്കെ പറഞ്ഞാൽ ഇൻഷാ അല്ലാ വൈകാതെ തന്നെ നമുക്ക് നടത്തണം. അങ്ങനെ കഴിഞ്ഞിട്ട് ഞാൻ ഏതായാലും നാട്ടിൽ പോയിട്ടൊന്ന് വരാം. എൻ്റെ മരുവളെ പ്രസവവും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ പറ്റുകയാണെങ്കിൽ എല്ലാവരും കൂട്ടിക്കൊണ്ട് വരണം. എന്നിട്ട് ഇവിടെ വെച്ച് നമുക്ക് ആണ്ട് ശരിയാക്കാം. ആയിക്കോട്ടെ. അപ്പോൾ ഫൈസൽ വരുന്നില്ലല്ലോ? ഇല്ല, ഫൈസലിനെ കൊണ്ടാക്കാനിപ്പോൾ നിങ്ങളിവിടെ ഇട്ടിട്ട് പോകുന്നത് ശരിയല്ലല്ലോ. ഓനെ കണ്ടുകാണ്ടല്ലേ ഉപ്പയൊക്കെ വന്നത് ഉംറക്ക്. അപ്പം പിന്നെ ഒക്കെ കഴിഞ്ഞിട്ട് റാഹത്തായിട്ട് നമുക്ക് നാട്ടിലേക്ക് പോവാം. അതായിരിക്കും നല്ലത് അല്ലേ? ഇനിയിപ്പോൾ ഓനക്ക് അങ്ങനെ ഒരു നെയ്യത്താണെങ്കിൽ ഇവിടെ തന്നെ നിക്കാഹ് കൊണ്ടാക്കാം. എന്തായാലും മക്കളെ ഇഷ്ടം എന്താവോ, 2 പേർക്കും ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു. അതൊക്കെ ഇഷ്ടപ്പെട്ടോളുന്നേ. എന്നാൽ ഈ സമയം അതാ ഫൈസൽ മുംതാസിൻ്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഒന്ന് പരുങ്ങിയിരിക്കുകയാണ്. ഫൈസൽക്ക, ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം. എടേ മുംതാസ്. എന്താ മുംതാസ്? ഞാൻ നിന്നോട് പറയാണ്. അതായത് എൻ്റെ ജീവിതം എന്ന് വെച്ചാൽ ഒരുപാട് എന്താ ഞാൻ പറയാൻ എനിക്കറിയുന്നില്ല. ഒരുപാട് വേണ്ടാത്തരങ്ങളിലൂടെ കടന്ന് പോയതാണ്. നോ ഇക്ക, നിങ്ങളിപ്പം അത് പറയല്ലേ. ഉംറ കഴിഞ്ഞതാണ്. ഉംറ കഴിഞ്ഞ് പൊറുക്കലിനെ തേടി നമ്മൾ തിരിച്ചു വന്നതാണ്. എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഒരിക്കലും പഴയതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ശരിയല്ല. കാരണം നമ്മൾ ഇനിയും പഴയത് ആലോചിച്ചിട്ട് വെറുതെ ഇല്ലടി. പക്ഷേ അതൊക്കെ ശരിയാണ്. പടച്ച റബ്ബിനോട് ഞാൻ
ദുആ ചെയ്തിട്ടുണ്ട്, പൊറുക്കലിനെ തേടാൻ ഞാൻ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും സത്യം മറച്ചു വെക്കുന്നത് ശരിയല്ലല്ലോ. നീ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അത് എൻ്റെ ഉപ്പ എന്ന് വിളിക്കുന്ന ആ പിതാവിൻ്റെ മകളാണ് നീ. അതുകൊണ്ട് എനിക്ക് ഒന്നും മറച്ചു വെക്കാൻ വയ്യ. എൻ്റെ കല്യാണം കഴിഞ്ഞോ, ഞാൻ പറയാനുള്ളത് കേൾക്കാൻ നിനക്ക് ടൈമുണ്ടോ? പറഞ്ഞോളി, എന്ത് വേണമെങ്കിലും പറഞ്ഞോളി. മോളെ നീ കേൾക്ക്. വിവാഹം നല്ല രീതിയിലായിരുന്നു എൻ്റേത്, റാഹത്തോടു കൂടെ കഴിഞ്ഞത്. അതായത് ആദ്യം തന്നെ ഡിമാൻഡ് മറ്റൊന്നും അല്ലായിരുന്നു, നല്ല സൗന്ദര്യമുള്ള പെൺകുട്ടിയെ കെട്ടണം, നല്ല സൗന്ദര്യം വേണം, അതുപോലെ ഒരുപാട് സമ്പത്തും കാര്യങ്ങളൊന്നും വേണ്ട, വിദ്യാഭ്യാസം സൗന്ദര്യം മാത്രം മതി, സാമ്പത്തികമായിട്ടൊന്നും ഞങ്ങളൊന്നും ചോദിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു ആലോചന, അതായിരുന്നു ഉമ്മാക്കും ഇഷ്ടം, എനിക്കും ഇഷ്ടം. അങ്ങനെ എന്തൊക്കെ തന്നെയല്ലോ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങി. കാണാൻ പോയി ഞാൻ ചെറിയൊരു വീട്ടിലേക്ക് ഒരു പെണ്ണിനെ കാണാൻ പോയി. മാഷാ അല്ലാ, ശരിക്കും ഭംഗിയുള്ളൊരു പെൺകുട്ടിയായിരുന്നു. തികച്ചും വ്യത്യസ്തമായൊരു പെൺകുട്ടി. എന്തെന്നറിയില്ല, ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. വീടോ സ്ഥലമോ സമ്പത്തോ ഒന്നും ഞങ്ങൾ നോക്കിയില്ല. പിന്നെ പക്ഷേ ഞാൻ കണ്ട കുട്ടി ദീനുള്ള കുട്ടിയായിരുന്നു. എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ മൂത്തച്ചി ഫസീലത്ത, അങ്ങനെ പൊതുവെ ഞങ്ങൾ കുറച്ച് ഫാഷൻ്റെ ആളുകളായിരുന്നു. ഉമ്മയടക്കം കൂടുതലായിരുന്നു. ഉമ്മയൊന്നും കൂടുതൽ അതിൻ്റേതായ രീതിയിൽ സാരിയും ഒക്കെ എടുത്തിട്ട് നല്ല മട്ടത്തിലായിരുന്നു ഉമ്മക്ക് നടന്നിരുന്നത്. അന്നൊന്നും ഈ പർദ്ദയും കാര്യങ്ങളൊന്നും ഉമ്മ യൂസ് ചെയ്യാറില്ല. പിന്നീട് ഞാൻ നിന്നോട് പറയാണ്, അതായത് അവളെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ നിക്കാഹ് ഒക്കെ നടത്തുകയാണ്. അവൾക്ക് നല്ലൊരു മഹർ വാങ്ങി, കയ്യിലേക്കൊരു മോതിരം, അങ്ങനെയൊക്കെ മഹർ തന്നെ അത്യാവശ്യങ്ങൾ കൊടുത്തു. അവർക്ക് കാര്യമായിട്ട് സ്വർണ്ണമൊന്നും തരേണ്ട ആവശ്യമില്ലായിരുന്നു. അങ്ങനെയൊക്കെ എന്തൊക്കെ തന്നെ കല്യാണം കഴിഞ്ഞ്. പിന്നെ എൻ്റെ വീട്ടിൽ അല്പം മോഡേൺ ആണല്ലോ, അതുകൊണ്ട് തന്നെ അവൾക്ക് ചെറിയ ബ്ലൗസും എന്താ ലെഹങ്ക, എന്താ സാരി എന്തൊക്കെയായിരുന്നു, അത് മേലിക്കുന്ന തട്ടം നെറ്റ് അതൊക്കെയായിരുന്നു കൊണ്ടുപോയിരുന്നത്. കാരണം നമ്മളിവിടുത്തെ ശൈലി അങ്ങനെയായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സുകളുടെ ഇടയിലൊക്കെ കുറച്ച് ഫാഷൻ ആളുകളായിരുന്നു. അങ്ങനെ എന്തൊക്കെ തന്നെയല്ല അവളെ കല്യാണം കഴിച്ച് ഞാനങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. സത്യം പറഞ്ഞാൽ അവൾ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വരെ നിൽക്കാൻ അവൾക്ക് പ്രയാസമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സുകളുടെ കൂട്ടത്തിൽ, അതായത് എൻ്റെ കൂടെ മാത്രമല്ല, എൻ്റെ ഒരുപാട് ബോയ് ഫ്രണ്ട്സ് ഗേൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവൾക്കൊരു അരോചകമായിട്ട് തോന്നി. അവൾ മുസ്തഫ ചോദിച്ചു. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അത് മുംതാസ് മഗ്‌രിബ് നിസ്കാരം അനന്തരം എന്നോട് മുസ്തഫ ചോദിച്ചു. ഞാൻ അവളെ കളിയാക്കി. ഞാൻ മാത്രമല്ല, ഫസീലയും എല്ലാവരും കളിയാക്കി. ഓ, കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ മുസ്തഫാണല്ലോ എന്ന് പറഞ്ഞ്. പക്ഷേ ആ രാത്രി എനിക്ക് മണിയറയിലേക്ക് കടന്നപ്പോൾ, സത്യം പറഞ്ഞാൽ രാത്രി 12 മണിയാവോളം എൻ്റെ ഫ്രണ്ട്സുകൾ എൻ്റെ കൂടെ മണിയറയിലുണ്ടായിരുന്നു. അവിടെ പലതും നടന്നിരുന്നു, ഹറാമായ പലതും. സത്യം പറഞ്ഞാൽ ഞാൻ അവളുടെ അരികിലേക്ക് എത്തിയത് ശരിക്കും ഒരു ലഹരിയുടെ അടിമയായിട്ടായിരുന്നു. ഒരു നിമിഷം മുംതാസ് ഞെട്ടിപ്പോയി. ഇക്ക, അതെ, അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ കൂടെ ജീവിക്കാൻ നീ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. എന്നിട്ടെന്താ, ഞാൻ അവളെ ഉപദ്രവിക്കുകയാണ് പല രീതിയിലും. അവൾ നിസ്കരിക്കാൻ എന്നോട് പറയും, ഇക്ക എണീറ്റോളി, നിസ്കരിക്ക, നീ ഒന്ന് പോയി തരുമോ, മനുഷ്യനെ കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല. എന്താ ഇത്, നിനക്ക് മാത്രമേ ഉള്ളൂ ഈ നിസ്കാരം എന്തൊക്കെ, അപ്പുറത്ത് പോയി നിസ്കരിച്ചോ. പല ദിവസങ്ങളിൽ ഞാൻ അവളെ ചീത്ത പറഞ്ഞു. അവൾ എന്നും 4 മണിക്ക് എഴുന്നേൽക്കുമായിരുന്നു തഹജ്ജുദ് നിസ്കരിക്കാൻ. അറിയാതെ അവളുടെ കൈ തട്ടി ഗ്ലാസ്സോ എന്തോ താഴെ വീണു. അത് പൊട്ടുക എന്തോ ചെയ്തു. അതിൽ ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് ശക്തമായി അവളുടെ മുഖം നോക്കി അടിച്ചു. എന്താടി ഇത്, മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കാതെ ഒരു നിസ്കാരക്കാരി. പാവം, അവൾ വിതുമ്പിപ്പോയി. എന്തു ചെയ്യും, പേടിച്ചായിരുന്നു അവളെല്ലാം ചെയ്തിരുന്നത്. ഞാൻ വിളിക്കും, എന്നെ അവൾ വിളിക്കും, ഇക്ക സുബഹി തെറ്റാറായി, 6 മണിയായി, ഇക്ക 6:30 അല്ലാ സൂര്യൻ ഉദിച്ചു,
ഇക്ക സുബഹി തെറ്റിയില്ലേ? നുസൈബ ഇറങ്ങിപ്പോവാൻ എനിക്ക് നല്ലത്. ഒരു സുബിഹകാരി ഏത് നിമിഷവും ഇത് തന്നെയാണല്ലോ നിനക്ക്. ഈ ഒരു നിസ്കാരം ഓത്തുന്നുള്ള ചിന്ത. മനുഷ്യൻ മര്യാദക്കൊന്നും ഇവിടെ ഉറങ്ങാനും കെടുക്കാനും സമ്മതിക്കില്ല. എന്നാൽ മുംതാസ് കരയുകയായിരുന്നു. മുംതാസ് കരയല്ലേ, ആയിട്ടില്ല, ഇനിയുണ്ട്. ഇക്ക എനിക്ക് കേട്ടിട്ട് സങ്കടം വരുന്നു. അതാണ് ഞാൻ. അത്രക്കും ദുഷ്ടനാണ് ഞാൻ, അത്രക്കും ക്രൂരനാണ്. അവൻ്റെ നെഞ്ചിൽ തന്നെ തട്ടിക്കൊണ്ട് അവൻ പറയുന്നു, ഞാൻ അത് ശരിക്കും ഒരു ഭയങ്കര കുറ്റക്കാരനാണ് ഞാൻ. എന്നിട്ട് ഇക്ക ഞാൻ സാധാരണ രീതിയിൽ 11:30, 12, 12:30 വരാൻ. നേരം വൈകി വന്നു. അതെ, 1 മണി വരെ, 1:30 വരെ, 2:30 വരെ. എന്നാൽ അതിനിടക്ക് ഞാൻ ലഹരി പദാർത്ഥം മാത്രമായിരുന്നില്ല ഉപയോഗിച്ചിരുന്നത്. എനിക്കിഷ്ടപ്പെട്ട പെണ്ണുങ്ങളെ തേടിയും ഞാൻ പോകുമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സുകൾ തന്നെ ഉണ്ടായിരുന്നു എനിക്കിഷ്ടം പോലെ. മുംതാസ് ശരിക്കും ഞെട്ടി. യാ അല്ലാ, അവൾക്ക് ഭയം തോന്നി. ഇക്ക എനിക്ക് എന്താ മുംതാസ്, മടുത്തില്ലേ? എന്നെ മടുത്തില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, എന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ നീ ഒരിക്കലും എൻ്റെ കൂടെ ജീവിക്കില്ല എന്ന്. മുംതാസ് ക്ഷമയോടെ. എന്നിട്ടെന്താ? അങ്ങനെ ഞാൻ വരുമ്പോഴേക്കും ഉറങ്ങാതെ കാത്തിരിക്കുന്നുണ്ടാവും ഭക്ഷണം വിളമ്പി വെച്ച്. എൻ്റെ നുസൈബ ഭക്ഷണം വിളമ്പി വെച്ച് രാത്രി 1 മണിയാവോളം ഡൈനിങ് ടേബിളിൽ അവൾ തല വെച്ച് കിടക്കുന്നുണ്ടാവും ഞാൻ വരുന്ന സമയത്ത്. പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ, ഇക്ക കൈ കഴുകിക്കോളി, ഭക്ഷണതാ. ആരടി പറഞ്ഞത് നിന്നോട് ഭക്ഷണം എടുത്ത് വെക്കാൻ? ഒന്ന് ഇറങ്ങിപ്പോടി, ഭക്ഷണം എടുത്ത് കാവലിക്ക. വേണേ ഞാൻ കഴിച്ചോളില്ലേ, നീ ഇപ്പം എന്തിനാ ഇവിടെ ഇങ്ങനെ കാത്തിക്കണേ? പല ദിവസങ്ങളിൽ ഞാൻ ആ ഭക്ഷണം തട്ടിയിട്ടിട്ടുണ്ട്. അവളെന്നോട് പറയും, ഇക്ക ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഇങ്ങനെ തട്ടിയിടല്ലേ. ഞാൻ റൂമിലേക്ക് അങ്ങ് പോകും, ഒരു ബോധമില്ലാതെ അങ്ങ് കിടക്കും. അവൾ കണ്ണീരോടെ എൻ്റെ അടുക്കൽ വരും. എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നെ തലോടും. ഇക്ക ഒന്ന് പോയി തരോ, സ്വസ്ഥമായി കിടക്കാൻ സമ്മതിക്കാതെ. അതെ, ഇന്നു മുതൽ നീ ബെഡിൽ കിടക്കണ്ട, താഴെ കിടക്ക്. അന്നു മുതൽ അവൾ സങ്കടത്തോടെ ഉമ്മ നൽകി ഒരു പായ വിരിച്ച് താഴെ കിടക്കും. ആ തണുപ്പിൽ ഞാൻ ബെഡിൽ സുഖമായി കിടക്കും. രാത്രി വീഡിയോ കോൾ വരും. ഹായ് ബേബി, ഉറങ്ങിയില്ലേ? ആ, ഉറങ്ങാണ്. നീയോ? ഞാൻ ഉറങ്ങി. ഓ, എന്തൊരു ടയേർഡായിരുന്നോ, ഭയങ്കര. ഇനി എന്നാ നമ്മളൊന്ന് കൂടുക? ആ, ഫ്രണ്ട്സുകളൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ നോക്കാം. ഒരു ടൂർ വേണ്ടേ? ആക്കാം. അല്ല, എവിടെ വൈഫ്? ദാ ഇവിടെ ഉണ്ട്. താഴെ ആ ഒരു കണ്ണീരോടെ ആ ഫോണിൻ്റെ ശബ്ദം കേട്ട് കിടക്കുന്ന നുസൈബ. അവൾ ഒത്തിരി കഷ്ടപ്പെടുകയായിരുന്നു. വീട്ടിലേക്ക് പോയാലോ എന്ന് തോന്നിപ്പോയി. വേണ്ട, വീട്ടിലെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ആലോചിക്കുമ്പോൾ വേണ്ട, ഇവിടെ തന്നെ പിടിച്ചു നിൽക്കണം. ഒരു വേലക്കാരിയായെങ്കിലും ഇവിടെ കഴിയാം. എൻ്റെ പാവപ്പെട്ട ഉപ്പയെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. എൻ്റെ പാവപ്പെട്ട ഉപ്പ അത്രക്കും അധ്വാനിച്ചിട്ടാണ് ഞങ്ങൾ പോറ്റുന്നത്. അങ്ങനെയാണ് ഒരു കല്യാണം നടത്തിയതും. ഇപ്പോൾ അവൾ അത് ആലോചിക്കും. സത്യം പറഞ്ഞാൽ മുംതാസ് കരയുകയായിരുന്നു എല്ലാം കേട്ടിട്ട്. ഹോ, പാവം നുസൈബലേ. പാവാണ്. ക്ഷമയുടെ നെല്ലിപ്പലിക കണ്ടതാണ് അവൾ. ക്ഷമയുടെ അങ്ങേയറ്റം പിടിച്ചു നിന്നു തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ. എങ്കിലും അവൾ വരും രാവിലെ കോഫിയുമായി. ഇക്ക, ഇതാ കോഫി. ആരാടി നിന്നോട് കൊണ്ടുവെക്കാൻ പറഞ്ഞത്? ഒരു ദിവസം ആ കോഫി ഞാൻ കുടിച്ചു നോക്കി. ഇതിലെന്താടി, ഉപ്പാണ് നീട്ടത്? മധുരമില്ല, ഒരു കയ്പെന്താ മൊത്തത്തിൽ. ഇക്ക എവിടെ നോക്കട്ടെ. അവൾ ആ കോഫി എടുത്ത് അല്പം കുടിച്ചു. ആശ്രീകരം. എന്തിനാപ്പോൾ കോഫി എടുത്ത് കുടിക്കാവുന്നത്? ഞാൻ ആ കോഫി എടുത്ത് അവളുടെ മുഖത്തെ കൊഴിച്ചിട്ടുണ്ട്. ആ ചൂടുള്ള. അവൾ അല്ലാ എന്ന് പറഞ്ഞ് മുഖം പോയി കഴുകി. അങ്ങനെ എത്ര ഉപദ്രവം. സത്യം പറഞ്ഞാൽ മുംതാസിന് ഫൈസലിനോട് ദേഷ്യം തോന്നി തുടങ്ങുകയാണ്.
ഫൈസൽ, നീ ഇത്രക്കും നീചനായിരുന്നോ? അതെ മുംതാസ്, ഞാൻ പറഞ്ഞ അതാണ്. എൻ്റെ കാര്യം അറിഞ്ഞാൽ നീ ഒരിക്കലും എൻ്റെ കൂടെ കൂടില്ലെന്ന്. എങ്കിലും അവൾ ക്ഷമയോടെ അത് കേട്ടു. എന്നിട്ടെന്താ, ഭാഗ്യത്തിന് കോഫി പാർന്നത് അവളുടെ മുഖത്തിൻ്റെ ഈ ഒരു ഭാഗത്തേക്കും കൈകളിലേക്കൊക്കെയാണ്. ഞാൻ വിചാരിച്ച മുഖം മൊത്തം പൊള്ളിപ്പോയെന്ന്. പക്ഷെ അതൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം ഓളൊരു മിതമായ ചൂടിലായിരുന്നു അതെനിക്ക് കൊണ്ടുവന്നത്. ഒരു പക്ഷെ തിളച്ച ചൂടിലായിരുന്നെങ്കിൽ അത് ശരിക്കും പൊള്ളിയിരുന്നു. ഹോ, എന്താ റബ്ബേ ഞാൻ ചെയ്യുക? എനിക്കൊക്കെ എങ്ങനെ രക്ഷപ്പെടാനാ? എന്നിട്ടെന്താ, അവൾ വീട്ടിൽ പോയോ? ഏയ്, അവൾ പോവില്ല. എങ്ങനെയാണ് ഐഷുമ്മ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായത്? ഐഷുമ്മക്ക് ഏറ്റവും പ്രിയപ്പെട്ട മരുമകൾ, അവർ തിരിച്ചും അങ്ങോട്ട് തന്നെ, രണ്ടുപേരും അങ്ങനെ തന്നെ. കാരണം ഉമ്മ വരുമ്പോഴേക്ക് ഉമ്മക്കുള്ള ആ ചായ നിസ്കാരപ്പായയിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കണം. ഉമ്മ, ഇത് ചായ. മോളെ, ഞാൻ അവിടെ നിന്ന് കുടിച്ചോളാം മോളെ. ഉമ്മ, ഭക്ഷണത്തിന് മുമ്പ് ഗുളികണ്ടോ? നോക്കട്ടെ. അവൾ ആ ഗുളിക എടുത്ത് നോക്കും. ആ ഉമ്മ, ഉണ്ട്, ഗ്യാസിനുള്ള ഒന്നുണ്ട്, ഇത് കഴിച്ചിട്ട് കഴിക്കാട്ടോ. അപ്പോഴേക്കും അവൾ ചായയും കടിയും ഉണ്ടാക്കുകയാണ്. ഉമ്മ നിസ്കാരപ്പായിൽ തന്നെ ഇരുന്ന് ഓതുകയായിരിക്കും. അതും അവൾ വന്നതിന് ശേഷമാണ്. ഉമ്മ അത്രയധികം തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്താലേ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സ്വീകരിക്കും. നമുക്ക് നമ്മുടെ ഇഷ്ടവും സമാധാനവും നല്ല സന്തോഷവും ഒക്കെ ഉണ്ടാകും. ഇഷ്ടത്തിനനുസരിച്ച് അള്ളാഹു നമുക്ക് നൽകും. അന്ന് മുതൽ എൻ്റെ ഉമ്മ ദുആയി, തഹജ്ജുദ് നിസ്കാരം, അതുപോലെ എല്ലാം തുടങ്ങി എൻ്റെ ഉമ്മ. സത്യത്തിൽ എൻ്റെ ഉമ്മക്ക് വളരെയധികം സന്തോഷമായിരുന്നു. ഉമ്മ എഴുന്നേൽക്കുമ്പോഴേക്കും മരുമകൾ ചായയും കടിയും എല്ലാം എടുത്തു വെക്കും. ഉമ്മ, വരി ചായ കുടിക്കാൻ. മോളെ, പൊന്നു മോളെ, ഞാൻ വരെ അടുക്കളയ്ക്ക്. വേണ്ട ഉമ്മ ഓതിരുന്നോളി. അത്രക്കും അവൾക്ക് ഉമ്മയെ, നിങ്ങൾ ഡ്രസ്സിങ് എടുത്ത് തരി, നിങ്ങൾ വേഗം കുളിച്ചോളി. വേണ്ട മോളതാ മെഷീനാണ്ട് ഇട്ടാൽ പോരെ. വേണ്ട ഞാനത് പുറത്ത് കല്ലിൽ തിരുമ്പിക്കോളാം. തരി, എന്നാലാണ് കൂടുതൽ വൃത്തിയാകുക. എൻ്റെ പൊന്നു മോളെ, അതൊക്കെ ഉമ്മ അയക്കാണ്ട് ഇട്ടോണ്ട്, ഞാൻ അയക്കാണ്ട് ഇടറന്നല്ലേ. വേണ്ട അന്ന് മുതൽ അവിടെ കല്ലിൽ തിരുമ്പാൻ തുടങ്ങി. അത് അവൾ എല്ലാവരും വാഷിംഗ് മെഷീൻ കൂട്ടത്തോടെ ഇട്ട് ഒരു വൃത്തിയില്ലാതെ അങ്ങനെയായിരുന്നു. എന്നാൽ നുസൈബ് വന്നതോടുകൂടി ഉമ്മയുടെ ഡ്രസ്സുകൾ നല്ല രീതിയിൽ വൃത്തിയാകാൻ തുടങ്ങി. അങ്ങനെ ദിവസം കഴിഞ്ഞു പോവാണ്. അവൾ എൻ്റെ കട്ടിലിന് താഴെയാണ് പായിട്ടത്. പലതവണ ഞാൻ അവളോട് പറയും, ഉളുപ്പില്ലല്ലോ ഇവിടെങ്ങ് നിൽക്കാൻ, എത്ര ആട്ടിയിട്ടും പോകാത്ത ഒരു പട്ടിയാണ് നീയെ, ഉളുപ്പില്ലല്ലോ നിനക്ക്, പോയിക്കൂടെ നിനക്ക്, നാണം കെട്ടവൾ. എന്നാൽ നട്ടപ്പാതിരക്കെല്ലാം ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഓരോ പെണ്ണുങ്ങൾ എന്നോട് സംസാരിക്കുമ്പോൾ അവൾ കരയുന്ന ഒരു തേങ്ങലിൻ്റെ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ അവളത് അറിയാതെ അഭിനയിച്ച് കിടക്കുകയായിരിക്കും, എല്ലാ സങ്കടവും മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട്. ശരിക്കും പറഞ്ഞാൽ മുംതാസിന് എല്ലാം കേട്ട് ക്ഷമ നശിക്കുന്നുണ്ടോ എന്ന് വരെ തോന്നിപ്പോയി. എന്നാൽ മുംതാസ് അതൊന്നുമല്ല. യഥാർത്ഥത്തിൽ ഒരിക്കൽ അവളും ഉമ്മയും കിച്ചണിലെന്തോ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ അവളോട് ടൂറ് പോണ വർത്താനം പറഞ്ഞു. ടൂറിനിടാനുള്ള ഡ്രസ്സുകൾ, കാര്യങ്ങൾ അതെല്ലാം ഞാൻ അവൾക്ക് കൊടുത്തു. അവൾ ശരിക്കും, ഇക്ക നിങ്ങൾ എന്തീ പറയുന്നത്, ഈ ചെറിയ ഡ്രസ്സിട്ട് ഞാൻ ടൂറ് പോര്? അതേടി, എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ അങ്ങനെ തന്നെ. അവർ ചെറിയ ഷോർട്ട്സും ചെറിയ ഷോർട്ട് ടോപ്പൊക്കെ ഇട്ടിട്ടാണ് വരിക, അല്ലാതെ നീ ഇങ്ങനെ പർദ്ദ മാത്രം ധരിച്ചിട്ട് നീ വരണമെന്നില്ല. അവൾ കരഞ്ഞു പോയി. ഇക്ക, ഇത് ധരിച്ചുകൊണ്ട് എനിക്ക് വരാൻ കഴിയില്ല. അത് കൂട്ടുകാരുടെ മുമ്പിൽ തൻ്റെ സൗന്ദര്യ പ്രദർശനത്തിൻ്റെ ദിവസമായിരുന്നത്രേ. അതുകൊണ്ടാണത്രേ വെഡ്ഡിങ് ഡേ ആഘോഷിക്കുവാൻ വേണ്ടി അങ്ങനെ ഒരു ടൂർ ട്രിപ്പ് അവർ പ്ലാൻ ചെയ്തത്. പക്ഷേ ഇക്ക, ഇല്ല, ഞാൻ ടൂറിന് വരുന്നില്ല. നീ വരില്ലടി? ഇല്ല, ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഞാൻ വരില്ല. ഇതെന്താ, ഫുൾ ഔറത്ത് കാണുന്ന ഡ്രസ്സാണിത്. ഇതൊക്കെ നമ്മൾ മുസ്ലിങ്ങളായി നമുക്ക് പറ്റുമോ? ഡി, പിന്നെ ഞാൻ പറയുന്നതനുസരിച്ച് നീ ഇവിടെ നിൽക്കില്ലല്ലേ? ഞാൻ പറയുന്നതനുസരിച്ച് ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ നിൽക്കാം, അതെല്ലാം നിനക്ക് ഇറങ്ങിപ്പോകാം. ഓക്കെ? അങ്ങനെയായിരുന്നു അത്. എന്നാൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളുടെ കൂടെ ടൂറ് പോകുന്ന സമയത്ത് എനിക്കൊരു ആക്സിഡൻ്റ് ആകുകയാണ്. അത്രക്കും അവളെ ഞാൻ ചീത്ത പറഞ്ഞിരുന്നു. തനിക്ക്
ഒന്ന് നടക്കുവാനോ ഇരിക്കുവാനോ ഒന്നിനും കഴിയാത്ത അവസ്ഥ മലർത്തി പിടിച്ച രീതിയിൽ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നു. എന്നെ കണ്ണുകൾ പോലും അനക്കാൻ കഴിയാത്ത വേദന. ഡോക്ടർ റെസ്റ്റ് പറഞ്ഞു. ഒരുപാട് റെസ്റ്റ് എടുക്കണം, എങ്കിൽ മാത്രമേ റെഡിയാവുള്ളൂ. തലക്കേറ്റ ക്ഷതം, കൈകാലുകളിലേറ്റ ക്ഷതങ്ങൾ, അതെല്ലാം മാറിയെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാവെന്ന് ഉമ്മ പറഞ്ഞു. എന്തൊക്കെ തന്നെയാലും ഡോക്ടർ പറഞ്ഞതും ഉമ്മ പറഞ്ഞതും എല്ലാം കൂടി. പക്ഷേ എൻ്റെ നുസൈബ ആ ഒരു കിടന്ന കിടപ്പിൽ അവൾ എൻ്റെ അരികിലേക്ക് ഓടിയെത്തി. ഇക്ക, എന്തു പറ്റി ഇക്ക? അവൻ്റെ കണ്ണുകൾ, അതായത് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. കാരണം എനിക്കൊന്നും പറയാൻ കഴിയണില്ല. എന്നെ അത്രയധികം സ്നേഹിക്കുന്ന ഭാര്യ എന്നുള്ള ഇത് അന്നാണ് ഞാൻ അറിഞ്ഞത്. അവൾ എന്നെ ഒരുപാട് ശുശ്രൂഷിച്ചു. എൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ വരെ എനിക്ക് നിറവേറ്റേണ്ട അവസ്ഥയായി. അവളായിരുന്നു എല്ലാം ചെയ്തിരുന്നത്. സ്പൂണ് കൊണ്ട് പതുക്കെ വെള്ളം, കഞ്ഞിവെള്ളം, പിന്നെ ജ്യൂസ്, അങ്ങനെ അങ്ങനെ ഓരോ ഘട്ടങ്ങളിലായി ഓരോന്ന് തിന്ന് അവൾ എന്നെ തലോടിക്കൊണ്ടിരിക്കും. എപ്പോഴും ശരിക്ക് കണ്ണുകൾ പോലും കാണാത്ത അവസ്ഥയായിരുന്നു. എൻ്റെ നുസൈബ അവളുടെ തലോടൽ അതെനിക്ക് ആശ്വാസമായി തോന്നി. ഇക്കയെ നോക്കാൻ ഞാനുണ്ടല്ലോ, ഒന്നും കൊണ്ട് ഭയക്കണ്ട കേട്ടോ, ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നിൽക്കാം. എൻ്റെ വായിലേക്ക് അവൾ ചെറുതായി ചൂടുള്ള വെള്ളം, ജ്യൂസ്, വളരെയധികം നൈസായി വേവിച്ച കഞ്ഞി, ഇതെല്ലാം അവൾ എനിക്ക് കൊണ്ടുവന്ന് ഒഴിച്ചു തരും. പാവമായിരുന്നു അവൾ. പതുക്കെ പതുക്കെ അവൾ എന്നെ ജീവിതത്തിലേക്ക് കൈ പിടിച്ച് കൊണ്ടുവരികയാണ്. പതുക്കെ ചാരിയിരുത്തും. അവളുടെ ശരീരത്തിൽ ചാരി ഞാനിരിക്കും. അങ്ങനെ ഡ്രസ്സെല്ലാം അവൾ മാറിത്തരും. ശരീരം നനച്ച് തുടച്ച് തരും. കാലുകൾ, കൈകൾ എല്ലാം കഴുകിത്തരും. എല്ലാം തുടച്ച് വൃത്തിയാക്കി മരുന്നെല്ലാം പുരട്ടി അവൾ പതുക്കെ എൻ്റെ തലയണയിലേക്ക് ചാരി കിടത്തും. ഒത്തിരി അവൾ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിരുന്നു. അതെ, എന്നെ അവൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ നോക്കി. ഉമ്മ പറയും, എടാ എന്തായിപ്പോ, അനക്കോളെ കണ്ടുകൂടിയിരുന്നല്ലോ, ഇപ്പോൾ ഓളെന്നല്ല എന്നെ സഹായിക്കാണ്ടായത്. അവനൊന്നും തിരിച്ചു പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതെ, എനിക്ക് ഒന്നും തിരിച്ചു പറയുവാൻ എനിക്കെൻ്റെ നാവ് ചലിക്കുന്നില്ലായിരുന്നു. അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു. എന്നാൽ പതുക്കെ പതുക്കെ ഞാൻ എഴുന്നേറ്റ് പിന്നീട് അവളുടെ സഹായത്തോടെ നടക്കുവാൻ തുടങ്ങി. അവളുടെ തോളിലൂടെ കൈയിട്ട് ഞാൻ നടക്കും. അവൾ 2-3 നേരം എന്നെ അങ്ങനെ നടത്തും. പാവം, ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവൾ എന്നെ പരിചരിച്ചു. അതെ, ഞാൻ പതുക്കെ പതുക്കെ നടക്കുവാൻ തുടങ്ങി. എനിക്കെൻ്റെ പഴയ ഉഷാറെല്ലാം തിരിച്ചു കിട്ടുവാൻ തുടങ്ങി. അങ്ങാടിയിലേക്ക് പോകാൻ തുടങ്ങി. അതെ ഇക്ക, അങ്ങാടിയിലേക്ക് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞല്ലേ ഡോക്ടർ? ഞാൻ പതുക്കെ ഇറങ്ങി നോക്കുന്നുണ്ട്. പതുക്കെ കാലുകൾ വെച്ച് നടക്കുവാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് പൂർവ്വ ആരോഗ്യത്തിലേക്ക് നടക്കുവാൻ വേണ്ടി, ഒരുങ്ങുവാൻ വേണ്ടി നിൽക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു കൊച്ചുകുട്ടിയെ നോക്കി വളർത്തി വലുതാക്കിയതുപോലെ അവളെന്നെ എല്ലാം കൊണ്ടും നടത്തിച്ച് വൃത്തിയാക്കി. എനിക്കെൻ്റെ കാര്യത്തിനെല്ലാം പോകേണ്ട അവസ്ഥയൊക്കെ വന്നു. ഇക്ക നല്ല പെണ്ണ് അല്ലേ, പാവാണ് നുസിത്ത. ഇങ്ങനെയൊക്കെ ഇക്ക എന്തിനങ്ങനെയൊക്കെ ചെയ്തത്? എന്താടി ചെയ്യുക, എൻ്റെ മനസ്സ് അങ്ങനെയായിരുന്നു. എന്നാൽ ഒരു കാര്യം കൂടി പറയാണ്ട്, ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ നീ ഉറപ്പായിട്ടും ഈ ഒരു ബന്ധത്തിന് സമ്മതിക്കില്ല എന്ന് മാത്രമല്ല, നീ എന്തൊക്കെ തന്നെയാലും അത് എന്നോട് ആവശ്യപ്പെടും. അതുകൊണ്ട് മുംതാസ്, നീ അതെന്നോട് ചോദിക്കരുത്. എന്താ ഇക്ക ചോദിച്ചെന്ന് വിചാരിച്ചിട്ടെന്താ? ഞാൻ പറഞ്ഞല്ലോ, അത് നിനക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇല്ല, എല്ലാം പറഞ്ഞ സ്ഥിതിക്ക് അതായിട്ട് എന്തിനാ ഇവിടെ ബാക്കി വെക്കുന്നത്? പ്ലീസ് ഇക്ക, പറയണം. എന്നോട് പിണങ്ങോ? അല്ല, ഇതുവരെയുള്ളത് കേട്ടിട്ട് നിനക്കൊന്നും. ഇക്ക വലിയ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും അതൊക്കെ പഠിച്ചറപ്പിനോട് പൊറുക്കലിനെ തേടിയല്ലോ. അതിൽ നിന്നെല്ലാം പശ്ചാത്തപിച്ച് മടങ്ങിയെന്ന് മാത്രമല്ല, ഇക്ക ഇപ്പം ശരിക്കും നല്ലൊരു എന്താ പറയുക, പഠിച്ചവനെ പേടിയുള്ള ആളായി മാറിയിരിക്കുകയാണ്. ഇപ്പം എനിക്കൊരു കുഴപ്പമില്ല. പഴയ കാലത്ത് തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് കാലാകാലം ഇപ്പം അതിങ്ങനെ ഓർത്ത് കരയണമെന്നുണ്ടോ? അതൊക്കെ പോയി കഴിഞ്ഞു. ഇനി നല്ലൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്നല്ലാതെ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ചിങ്ങനെ പേടിച്ച് നിൽക്കണോ? എന്താ നിങ്ങളീ പറയുന്നത്? വേണ്ട നുസിയെക്കുറിച്ച് എനിക്കിനി അതിനെക്കുറിച്ച് ആലോചിക്കാൻ കഴിയുന്നില്ല പെണ്ണേ. ഏതൊരു പെണ്ണും സഹിക്കാത്തതാണത്.
അതൊരിക്കലും നീ എന്നോട് ചോദിക്കരുത്. ഈ ഒരു കാര്യം നിനക്ക് എൻ്റെ ജീവിതത്തിൽ നടന്നിട്ട് എനിക്ക് നിന്നെ അല്ല സോറി നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടോ അതോ വെറുപ്പുണ്ടോ? നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനതാണ് ഒരു 3/4 ഭാഗം ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞാൽ അത് എന്നോടുള്ള ഈ ഒരു ഇഷ്ടവും നിനക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് പ്ലീസ് എൻ്റെ മുംതാസ്, നിനക്ക് പറയാനുള്ളത് പറയാം. ഇക്ക, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ഒത്തിരി ഒരുപാട്. പക്ഷേ ഇനി എന്തോ ഒന്ന് പറയാനുണ്ടല്ലോ, അതുകൂടി കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. മുംതാസ്, അത് കേട്ട് കഴിഞ്ഞാൽ നിനക്ക് എന്നോടുള്ള ഇഷ്ടങ്ങളെല്ലാം പോകും, അത് ഉറപ്പുണ്ട്. കാരണം അത് ഈ ഭൂമിയിൽ ഏതൊരു പെണ്ണും വെറുക്കപ്പെടുന്ന ഒരു സംഭവമാണ്. അതുകൂടി ഞാൻ പറയുന്നില്ല എൻ്റെ മുംതാസ്. ഇനി നീ എന്നെ വെറുക്കുകയാണെങ്കിൽ, നിനക്കെന്നെ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആങ്ങളെയും പെങ്ങളുമായി ജീവിക്കാം. എന്താ, അത് പറ്റില്ലേ? എന്നാലും എൻ്റെ ആങ്ങള ഇത്രയധികം ക്രൂരനാകാൻ പാടുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ തികച്ചും വേണ്ട, എന്തിനാപ്പോ ഞാനതൊക്കെ പറയുന്നത്? പിന്നെ ഞാനിതുവരെ ഇത് പറഞ്ഞതൊക്കെ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വേദനയാണത്. ഞാൻ ചെയ്ത വലിയ തെറ്റുകൾ. പക്ഷേ ഇനിയുള്ളതാണ് ഏറ്റവും വലിയ ആ ഒരു ചെറ്റത്തരം. ഒരിക്കൽ പോലും ഒരാളും അത് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. പാവൻ്റെ നുസൈബ ഒരുപാട് കണ്ണുനീര് കുടിച്ചിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അൽഹംദുലില്ലാ എൻ്റെ പ്രിയപ്പെട്ട അനിയൻ അവളെ കല്യാണം കഴിച്ച് റാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി അവർ ജീവിക്കുന്നു. അത് മാത്രമായിരുന്നു എൻ്റെ സന്തോഷം. അതെ, അത് കാണുമ്പോൾ എൻ്റെ മനസ്സ് നിറയാണ്. റബ്ബേ, ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ഫലമായി അവൾക്ക് നീ നല്ല ജീവിതം കൊടുക്ക് റബ്ബേ. കാരണം ഞാൻ ഒരുപാട് കണ്ണീര് കുടിപ്പിച്ചിരിക്കണ്. അവൾ ഒരുപാട് കരഞ്ഞ പെണ്ണാണ്, കരഞ്ഞ് തളർന്നുറങ്ങിയ പെണ്ണാണ് അവൾ. എൻ്റെ ഏതൊരു തണുപ്പത്തും എൻ്റെ ബെഡിൻ്റെ താഴെ അവൾ പായ വിരിച്ച് കിടക്കും. പാവം കുട്ടിയാണ്. കുറേ ഉമ്മയുടെ താഴെ കിടക്കും. മുകളിൽ നിന്ന് ഞാൻ കുറേ ആട്ടി പറഞ്ഞയച്ചിട്ടുണ്ട്, ഇറങ്ങിപ്പോയിക്കൂടെ, നാണമില്ലാതെ ഇവിടെ അങ്ങ് നിൽക്കാൻ. ഒരു വേലക്കാരത്തിയുടെ റോളിൽ പോലും നീ ഇവിടെ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതെ, പലതവണ അവളെ ഞാൻ ആട്ടി പുറത്താക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ അവൾ പോകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നു. പാവം പറഞ്ഞു ഉമ്മയോട്, ഉമ്മ, ഞാനിവിടെ വേലക്കാരിയായിട്ടെങ്കിൽ നിന്നോളാം, ഞാനിവിടുന്ന് എങ്ങോട്ടും പോണില്ല. അവളുടെ ആ ഒരു വാക്ക് ഏതൊരു പെൺകുട്ടിയും വളരെയധികം ബുദ്ധിമുട്ടുന്ന സമയത്ത് പറയുന്ന വാക്കുകളായിരുന്നു അത്. ശരിക്കും മുംതാസ് ഞെട്ടിപ്പോവുകയാണ്. റബ്ബേ, ഇങ്ങനെയൊക്കെയായിരുന്നു നടന്നിരുന്നത്? മുംതാസ്, അത് മാത്രമല്ലടി പ്രധാനപ്പെട്ട വിഷയം, അത് ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരിക്കലും ഈ ഒരു വിവാഹത്തിന് എന്നെ നീ സമ്മതിക്കില്ല, ഒരിക്കലും നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നീ തുറന്ന് പറയും. അതുറപ്പാണ്. അതുകൊണ്ട് ഞാനത് തുറന്ന് പറയണോ? മുംതാസ്, പറയണം. നീ പറഞ്ഞാൽ ഞാനത് പറയും. പക്ഷെ പറഞ്ഞാൽ പിന്നീടൊരിക്കലും നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടാവില്ല, വെറുത്തു പോകും എന്നെ. എന്തായിരിക്കും ഫൈസൽ പറയുവാൻ വേണ്ടി ഉദ്ദേശിച്ചത്? ഒരു പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞാൽ മുംതാസിൻ്റെ മുഖഭാവം എന്തായിരിക്കും? അവളുടെ ചിന്താഗതി മാറ്റുമോ? ഇത്തരത്തിലുള്ള കുറ്റങ്ങൾ ചെയ്ത ഇവനെയാണോ ഞാൻ ഭർത്താവായി സ്വീകരിക്കാൻ പോകുന്നത് എന്ന് കരുതി അവൾ ആ ബന്ധം ഉപേക്ഷിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എന്തായാലും കമൻറ്റ് വരുന്ന ഉറപ്പാണ്. പക്ഷേ നമ്മുടെ പ്രേക്ഷകരിൽ ഒരുപാട് ആളുകൾ നമ്മുടെ സ്റ്റോറി പുതിയതായി കേൾക്കുന്നവരുമുണ്ട്. അപ്പോൾ അവർക്ക് കൂടിയുള്ളൊരു ചുരുക്കത്തിലൊരു വാക്ക് കൂടിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് അവതരിപ്പിച്ചത്. അതായത്, എന്തുകൊണ്ടാണ് ഫൈസലെ ഈ വിവാഹത്തിൽ നിന്നും പതുക്കെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത്? കാരണം തൻ്റെ ജീവിതം, താൻ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളെല്ലാം അത് കേൾക്കുമ്പോൾ ഏതൊരു പെണ്ണിനും സങ്കടം വരും. അതുകൊണ്ട് തന്നെ ഒരാൾക്കും എന്നെ ഇഷ്ടപ്പെടില്ല. അതുമാത്രമല്ല, ഞാൻ കഷ്ടപ്പെടുത്തിയ പെണ്ണിന് നല്ലൊരു ജീവിതം കിട്ടിയിട്ട് മതി എനിക്ക് വേറൊരു ജീവിതം എന്ന് ആഗ്രഹിച്ചത് കൂടിയാണ്. അതുകൊണ്ടാണ് ഫൈസൽ ഈ കാര്യം ഇത്രയും പറഞ്ഞ് പ്രധാനപ്പെട്ട കാര്യം മറച്ചു വെച്ചത്. എന്തൊക്കെ തന്നെയായാലും
ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇത്രയധികം സ്റ്റോറി കേട്ട് നിങ്ങൾ പറയണം, അവസാനമായിട്ട് ഫൈസലിന് എന്താണ് മുംതാസിനോട് പറയാനുള്ളത്? എന്തായിരിക്കും ആ ഒരു സങ്കടകരമായ ആ ഒരു വാക്കുകൾ? അത് കേട്ടാൽ മുംതാസിൻ്റെ മനോഭാവം എന്തായിരിക്കും? ഇൻഷാ അല്ലാ നാളെ ബാക്കി കേൾക്കാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.